അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള ഈ യുദ്ധം ഉടനെ തന്നെ അവസാനിക്കുമെന്ന്. വെറും ഒരൊറ്റ വരിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ വരി ശ്രദ്ധിച്ചാലേ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ ശരിക്കും ആരുടെ മേലാണ് പ്രഷർ ഉള്ളതെന്നും ആരാണ് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നതെന്നും ആ ഒരൊറ്റ വരിയിൽ തന്നെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തെ ഏറ്റവും വലിയ ഒരു സൂപ്പർ പവർ യുദ്ധം ഉടനെ തീരും, വളരെ വേഗം തീരും എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കാര്യങ്ങളൊന്നും അവർ പ്ലാൻ ചെയ്ത രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ്. ഒരു പെട്ടെന്നുള്ള ക്ലീൻ ആയിട്ടുള്ള വിജയമായിരുന്നു ട്രംപ് ശരിക്കും ആഗ്രഹിച്ചത്. കുറച്ച് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകുക, കുറച്ച് കടുപ്പമേറിയിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുക, അമേരിക്കയുടെ പവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ ഇറാൻ തളരും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരെ തിരിച്ചുള്ള ഒരു ചിത്രമാണ്. ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുന്നു. അവരിപ്പോഴും പ്രതിരോധിക്കുന്നു. എപ്പോൾ യുദ്ധം നിർത്തണം, എന്ത് കണ്ടീഷനിൽ നിർത്തണം എന്നൊക്കെ ഇറാന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം അമേരിക്ക ആകട്ടെ മെസ്സേജുകൾ അയക്കാനും കോളുകൾ ചെയ്യാനും തങ്ങളുടെ കൂടെ നിൽക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനുമാണ് സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് സംസാരിക്കാൻ ഒരു വഴി തുറന്നിട്ടുണ്ട്. അവർ പരസ്പരം മെസ്സേജുകൾ കൈമാറുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു നയതന്ത്ര ചർച്ചയായിട്ട് തോന്നും. പക്ഷേ ഇതിന്റെ പിന്നിലെ വാസ്തവം മറ്റൊന്നാണ്. വലിയ ഭീഷണികളുമായിട്ട് തുടങ്ങിയ ഒരു രാജ്യം ഇപ്പോൾ എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വഴി തരികയാണ്. ട്രംപ് പറയുന്നത് ഈ ആഴ്ചയല്ല, പക്ഷെ ഉടനെ തന്നെ യുദ്ധം അവസാനിക്കും എന്നാണ്. എന്നാൽ ഇറാൻ പറയുന്നത് ഈ യുദ്ധം ഞങ്ങളുടെ കണ്ടീഷനിൽ മാത്രമേ അവസാനിക്കൂ എന്നുള്ളതാണ്. ഇനി ഒരിക്കൽ കൂടി ഞങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കൾ ധൈര്യപ്പെടാത്ത രീതിയിൽ മാത്രമേ ഇത് നിർത്തൂ എന്നുമാണ്. അതായത് ഒരു വശത്ത് ഈ അധ്യായം വേഗമൊന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും മറുവശത്ത് ആ അധ്യായത്തിലെ അവസാന വരി ഞങ്ങൾ തന്നെ എഴുതണമെന്ന് നിർബന്ധമുള്ള ആളുകളും. അതേപോലെ തന്നെ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. ഈ പ്രശ്നത്തിൽ അമേരിക്കയെ സഹായിക്കാൻ വേണ്ടിയിട്ട് യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. തന്നോട് വിശ്വസ്തതയുള്ള രാജ്യങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത് വളരെ മാന്യമായ എന്നാൽ ഉറച്ച നിലപാടോടുകൂടിയുള്ള ഒരു നോ ആയിരുന്നു. ബ്രിട്ടൻ പറഞ്ഞത് പറ്റില്ല എന്ന്, ഓസ്ട്രേലിയ പറഞ്ഞു ഇല്ല എന്ന്, ജപ്പാനും ഇറ്റലിയുമൊക്കെ കൈമലർത്തി. നാറ്റോയിലുള്ള വലിയ രാജ്യങ്ങൾ പോലും ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവരെല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്: ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യമല്ല, ഈ യുദ്ധത്തിൽ ഭാഗമാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അമേരിക്കയുടെ കരുത്തിനെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും എപ്പോഴും സംസാരിക്കുന്ന ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. ലോകം മുഴുവൻ നോക്കി നിൽക്കെ അമേരിക്ക സഹായം ചോദിക്കുന്നു. എന്നാൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും അത് നിരസിക്കുന്നു. ഇറാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ടെഹ്റാനിലെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അമേരിക്ക ഒറ്റപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള അടയാളമാണ്. ഇറാന്റെ മെസ്സേജ് വളരെ സിമ്പിളാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങളുടെ നേതാക്കളെയും സാധാരണക്കാരെയും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ മേലെ ബോംബുകൾ വീഴുന്നു, എന്നിട്ടും ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളിൽ ചിലരെ രഹസ്യമായി ഞങ്ങളുടെ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ നേതാവായിട്ടുള്ള അലി ലാരിജാനി മുസ്ലിം രാജ്യങ്ങളിലെ ഗവൺമെന്റുകളോട് വളരെ കടുപ്പമേറിയിട്ട ഭാഷയിൽ സംസാരിക്കുന്നത്. പ്രവാചകന്റെ ഒരു വചനം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്: ഒരു മുസ്ലിമിന്റെ നിലവിളി കേട്ടിട്ട് അതിന് ഉത്തരം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ അവരിൽ ഒരാളല്ല എന്ന്. അദ്ദേഹം ഈ രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു കണ്ണാടി പിടിക്കുകയാണ്. സ്വന്തം പ്രദേശം കത്തുന്നത് നോക്കി നിൽക്കുകയും എന്നിട്ടും ഞങ്ങളെ ആക്രമിക്കുന്നവർക്ക് വേണ്ടി ബിസിനസ് ബന്ധങ്ങളും മിലിറ്ററി ബേസുകളും തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്ത് തരം ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇറാൻ ഈ യുദ്ധത്തെ വെറുമൊരു രാജ്യം മറ്റൊരു രാജ്യത്തോടുള്ള യുദ്ധമായിട്ടല്ല കാണുന്നത്. അമേരിക്കയും ഇസ്രായേലും ഒരു വശത്ത്, ഇറാൻ മറുവശത്തും എന്നതിൽ ഉപരി ഇതൊരു ധാർമ്മികവും മതപരവുമായിട്ടുള്ള ചോദ്യമാക്കി മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. അലി ലാരിജാനി പറയുന്നത് ഒരു വലിയ ശൈത്താനും ഒരു ചെറിയ ശൈത്താനും ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രായേലും. ഇറാൻ ഈ രണ്ട് ശക്തികളെയും എതിർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യം ചോദിക്കുന്നു: നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഞങ്ങളെ കൈവശപ്പെടുത്തിയവരുടെ കൂടെയാണോ അതോ പ്രതിരോധിക്കുന്നവരുടെ കൂടെയാണോ? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചില മുസ്ലിം രാജ്യങ്ങൾ ഇറാന്റെ മണ്ണിലുള്ള അമേരിക്കൻ ബേസുകളെയും ഇസ്രായേൽ താല്പര്യങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചതിന്റെ പേരിൽ ഇറാനെ തങ്ങളുടെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് ഇറാൻ നൽകുന്ന മറുചോദ്യം വളരെ ശക്തമാണ്: നിങ്ങളുടെ രാജ്യത്തിനുള്ളിലെ ബേസുകൾ ഉപയോഗിച്ച് ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ സ്വയം രക്ഷയാണോ നിങ്ങളുടെ പ്രശ്നം, അതോ അമേരിക്കയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണോ യഥാർത്ഥ പ്രശ്നം? ഇത്തരത്തിലുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇതിന്റെ
പശ്ചാത്തലത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു മിലിറ്ററി ഗെയിം കൂടി നടക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇറാൻ തുടർച്ചയായിട്ട് ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്നത് സിവിൽ ഏരിയകളല്ല, മറിച്ച് ശത്രുക്കളുടെ യുദ്ധം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നതിലാണ്. സെജിൽ പോലെയുള്ള മിസൈലുകളെ കുറിച്ചും അവർ പരസ്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. വെറും 7 മിനിറ്റ് കൊണ്ട് ഈ മിസൈല് ഇറാനിൽ നിന്ന് ടെല്ലവീവിൽ എത്തുമെന്നാണ് അവരുടെ അവകാശവാദം. വെറും 7 മിനിറ്റ്. ഏതൊരു ഡിഫൻസ് സിസ്റ്റത്തിനും പ്രതികരിക്കാൻ ഈ സമയം ഒട്ടും തികയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിലെ പ്രശസ്തമായിട്ടുള്ള അയൺ ഡോമിന് പോലും ഇത്തരം ആയുധങ്ങളിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം നൽകാൻ കഴിയില്ല എന്ന് അവർ പറയുന്നത്. ഈ അവകാശവാദങ്ങൾ 100% ശരിയാണോ അല്ലയോ എന്നതിനേക്കാൾ ഉപരി തങ്ങൾ അത്രമേൽ അപകടകാരികളാണെന്ന് ശത്രുക്കളെ തോന്നിപ്പിക്കാൻ ഇറാന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മറുഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും തങ്ങളുടെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ വളരെ വേഗത്തിൽ ഉപയോഗിച്ച് തീർക്കുകയാണ്. പുറത്തുനിന്ന് വരുന്ന ഓരോ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ അവർക്ക് വലിയ തോതിൽ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് വളരെ ചെലവേറിയിട്ടുള്ള കാര്യമാണ്. സാങ്കേതികമായിട്ട് ഏറെ പ്രയാസമുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഇവയൊന്നും അനന്തമായി കൈവശം വെക്കാൻ ആർക്കും കഴിയില്ല. യുദ്ധം നീണ്ടുപോകുമ്പോൾ ശത്രുക്കൾ തളരുമെന്നും അവരുടെ സിസ്റ്റം ദുർബലമാകുമെന്നും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു കരാറിനോട് ഇറാന് വലിയ താല്പര്യമില്ലാത്തത്. അബ്ബാസ് അരാഗ്ചിയെ പോലുള്ള നേതാക്കൾ പറയുന്നത്, ഞങ്ങൾക്ക് യുദ്ധം ഇഷ്ടമായത് കൊണ്ടല്ല ഞങ്ങൾ യുദ്ധം നിർത്താത്തത്, മറിച്ച് ഇനി ഒരിക്കൽ കൂടി ഞങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കൾ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത രീതിയിൽ വേണം ഈ യുദ്ധം അവസാനിക്കാൻ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം വെറുതെ നിർത്തുകയല്ല, മറിച്ച് ഈ കളിയുടെ നിയമങ്ങൾ തന്നെ മാറ്റാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും മുസ്ലിം രാജ്യങ്ങളുടെ കാര്യങ്ങളിലേക്ക് തന്നെ വരാം. ഈ യുദ്ധത്തോടൊപ്പം തന്നെ മറ്റൊരു ചർച്ച കൂടി അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക് നാറ്റോ എന്ന ആശയം. പാശ്ചാത്യ രാജ്യങ്ങളുടെ നാറ്റോ പോലെ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സൈനിക കൂട്ടായ്മ. സൗദി അറേബ്യ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന പാകിസ്ഥാനും തുർക്കിയും ഒക്കെ ഭാഗമാകുന്ന ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ ഐക്യവും ശക്തിയും ഒക്കെ തോന്നും. പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ സഖ്യം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണോ അതോ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ എന്നുള്ളത്. അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ഇറാനെ മാത്രം വലിയ ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു സഖ്യത്തെ എങ്ങനെയാണ് ഇസ്ലാമിക് എന്ന് വിളിക്കാൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത്. അലി ലാരിജാനി ഈ ഗവൺമെന്റുകൾക്ക് നൽകുന്ന സന്ദേശം ഒരു മുന്നറിയിപ്പും അതേസമയം ഒരു അഭ്യർത്ഥനയുമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാമിക ലോകത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കൂ. അമേരിക്ക നിങ്ങളുടെ വിശ്വസ്ത സുഹൃത്തല്ല. ഇസ്രായേൽ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇറാൻ ഒരിക്കലും നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് സത്യസന്ധതയും പരസ്പര ബഹുമാനവുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ലോകത്തുള്ള മുസ്ലിം സമൂഹം ശരിക്കും ഒന്നാണെങ്കിൽ എല്ലാവർക്കും സുരക്ഷയും വികസനവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഒരു വശത്ത് ഇസ്രായേലിനെ പ്രസംഗങ്ങളിൽ കുറ്റപ്പെടുത്തുകയും മറുവശത്ത് അമേരിക്കൻ ബേസുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഉള്ളിടത്തോളം കാലം ആ ഐക്യം സാധ്യമല്ല. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പേഴ്സണൽ സ്റ്റൈൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം സ്റ്റേജിൽ വന്ന് അഭിമാനത്തോടെ പറയുന്നത് തന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ കുതിച്ചുചാട്ടം നടത്തിയെന്നും ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള മിലിറ്ററി അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതുമാണ്. യൂറോപ്പിനെയും ബ്രിട്ടനെയും ഒക്കെ അദ്ദേഹം കളിയാക്കുന്നുണ്ട്. അമേരിക്കയുടെ പണം ഉള്ളതുകൊണ്ടാണ് നാറ്റോ നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുന്നു. വ്ളാഡിമിർ പുടിൻ പോലും പേടിക്കുന്നത് അമേരിക്കയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ ഈ വീരവാദങ്ങൾക്കിടയിലും അമേരിക്കയുടെ സാമ്പത്തിക രംഗം മറ്റൊരു കഥയാണ് പറയുന്നത്. യുദ്ധം കാരണം അമേരിക്കൻ മാർക്കറ്റിലെ വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും അനിശ്ചിതത്വം ഇഷ്ടമല്ല. മിഡിൽ ഈസ്റ്റിലെ ഈ നീണ്ടു നിൽക്കുന്ന കുഴപ്പങ്ങൾ മാർക്കറ്റിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ലോകത്തെ വെറും ലാഭവിഹിതത്തിന്റെയും ബിസിനസ് ഡീലുകളുടെയും കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അപകട സൂചനയാണ്. അപ്പോൾ ഈ സാഹചര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ട്രംപ് തന്റെ സുഹൃത്ത് രാജ്യങ്ങളെ യുദ്ധക്കപ്പലുകൾ അയക്കാൻ നിർബന്ധിക്കുന്നു, പക്ഷേ അവരതിനെ നിഷേധിക്കുന്നു. തന്റെ കരുത്തിനെ കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നു, പക്ഷേ സ്വന്തം രാജ്യത്തിന് മാർക്കറ്റ് ഇടിയുന്നു. യുദ്ധം ഉടനെ തീരും എന്ന് അദ്ദേഹം പറയുന്നു, പക്ഷേ ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുന്നു. ഇറാൻ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു. ഇറാന്റെ നേതാക്കൾ മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുന്നു. ഇസ്ലാമിക് നാറ്റോ എന്നത് ഇപ്പോഴും വെറും ചർച്ചകളിൽ മാത്രമാണ്. ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇറാന്റെ സുപ്രീം ലീഡർ തന്നെ കൊല്ലപ്പെട്ടു. നിരവധി കമാൻഡർമാരും സാധാരണക്കാരും മരിച്ചു. ഇറാന്റെ നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടു. പക്ഷേ എന്നിട്ടും ആ രാജ്യം തകർന്നിട്ടില്ല. പകരം അവർ കാണിക്കുന്നത് അതിജീവനത്തിന്റെ ഒരു വലിയ ചിത്രം കൂടിയാണ്. അതുകൊണ്ടാണ് ചില നിരീക്ഷകർ പറയുന്നത് ഈ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇറാൻ അമേരിക്കയേക്കാൾ ശക്തമായത് കൊണ്ടല്ല ഇത് പറയുന്നത്. ഇറാന് നഷ്ടങ്ങൾ സംഭവിക്കാത്തത് കൊണ്ടുമല്ല, മറിച്ച് തന്ത്രപരമായിട്ടുള്ള ആ ഒരു ബാലൻസ് നോക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അമേരിക്ക ആഗ്രഹിച്ചത് ഇറാൻ വേഗത്തിൽ മുട്ടുമടക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് വാഷിംഗ്ടൺ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തു
പുറത്തു കടക്കാൻ വഴി തിരയുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ നേതാക്കളെയും മണ്ണിനെയും തൊട്ടാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് കാണിച്ചു കൊടുക്കാൻ ഇറാന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വെറുമൊരു മിലിറ്ററി വില മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികമായിട്ടുമുള്ള വലിയൊരു തിരിച്ചടിയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്നല്ല, മറിച്ച് എങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ്. ഇത് വെറുമൊരു താൽക്കാലിക വെടിനിർത്തലായിട്ട് അവസാനിക്കുമോ, അതോ ഈ മേഖലയിലെ അധികാര സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഇത് മാറുമോ എന്നുള്ളതാണ്. മുസ്ലിം രാജ്യങ്ങൾ ഇനിയെങ്കിലും ഒരു തീരുമാനമെടുക്കുമോ? ട്രംപ് പറയുന്നു ഉടനെ തന്നെ എന്ന്, ഇറാൻ പറയുന്നു പഠിക്കേണ്ട പാഠം പൂർത്തിയാകുന്നത് വരെ എന്ന്. ആരുടെ വാക്കാണ് സത്യമാകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.